ഹായ്, വെൽക്കം ടു മല്ലു കാർസ്. നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് 4 വാഹനങ്ങളുണ്ട്. 3 വാഗണാറും ഒരു റെഡിസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. അതാത് വാഹനത്തിൻ്റെ ഡയറക്റ്റ് ഓണറുടെ നമ്പർ നമ്മുടെ മേലെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് വാഗണാർ VXi 2016 മോഡലാണ്. ഈ വാഹനം 2016 രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ VXi മിഡിൽ വേരിയൻ്റ് ആണ് ഈ വാഹനം വരുന്നത്. യാതൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ പെട്ടോ ഒന്നുമില്ല. RC ഓണർ വരുന്നത് സെക്കൻഡ് RC ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 86,000 കിലോമീറ്ററാണ്. അത് ജെനുവിനാണ്, ഫുള്ളി കമ്പനി സർവീസിലാണ്. യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നും ഈ വാഹനത്തിനില്ല. ഈ വാഹനത്തിൻ്റെ ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 3,40,000 രൂപയാണ്. അത് ചെറിയതോതിൽ നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് ഓണറുടെ നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടവർ മേലെ കോൺടാക്ട് ചെയ്യുക. യാതൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ പെട്ടോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന വാഹനമാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം നോക്കുന്നുണ്ടെങ്കിൽ മാരുതിയുടെ റിഡ്സ് ആണ്. 2011 മോഡലാണ് ഈ വാഹനം. മാരുതിയുടെ റിഡ്സ് 2011 മോഡൽ VDI ഡീസൽ എഞ്ചിനാണ് വരുന്നത്. മിഡിൽ ഓപ്ഷനാണ്. അതുപോലെ തന്നെ 2011 ലാസ്റ്റ് ഡെലിവറി ചെയ്തിട്ടുള്ള വാഹനമാണ്. സെക്കൻഡ് RC ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. അതുപോലെ തന്നെ യാതൊരു ആക്സിഡൻറ്റോ ഹിസ്റ്ററിയോ പെട്ടോ ഒന്നും ഈ വാഹനത്തിനില്ല. യാതൊരു റീപ്ലേസ്മെൻറ്റും ഈ വാഹനത്തിനില്ല. ഈ വാഹനം സഞ്ചരിച്ചത് 1,00,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അതുതന്നെ ഈ വാഹനത്തിന് ഫൈനാൻസും അവൈലബിൾ ആണ്. വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,18,000 രൂപയാണ്. അത് ഫൈനാൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഓപ്ഷനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസറുകൾ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനം വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 2,18,000 രൂപയാണ്. 2011 മോഡൽ, 11 ലാസ്റ്റ് VDI ഡീസൽ എഞ്ചിനാണ് വരുന്നത്. നല്ല മൈലേജുള്ള ഒരു മോഡലാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് വാഗണാർ ആണ്. 2013 മോഡലാണ് ഈ വാഹനം. VXi പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 96,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിനാണ്. അതുപോലെ തന്നെ ഫുൾ കമ്പനി സർവീസാണ് ഈ വാഹനം. യാതൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫെഡോ ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല. ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,60,000 രൂപയാണ്. അത് ഫിക്സഡ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ അതിൽ ഫിനാൻസും അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെയും ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിയൽ വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. ടയറുകളെല്ലാം ആവറേജ് ആണ്. അപ്പോൾ ഈ വാഹനം വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് വാഗണാർ 2017 മോഡലാണ്. അതുപോലെ തന്നെ 2017 മോഡൽ വാഗണാർ LXi ബേസ് വേരിയൻ്റ് ആണ് വരുന്നത്. പെട്രോൾ ആണ് വാഹനം. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 3,00,000 രൂപയാണ്. അതിൽ ഫുൾ ലോണും അവൈലബിൾ ആണ്. RC ഓണർ വരുന്നത് 2 RC ഓണർഷിപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90,000 കിലോമീറ്ററാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത്. ഈ വാഹനം ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 3,00,000 ആണ്. അത് ഫുൾ ലോണും അവൈലബിൾ ആണ്. അപ്പോൾ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെ ഓപ്ഷനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാരിങ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയറുകളെല്ലാം ആവറേജ് ആണ്. അപ്പോൾ നല്ല സീറ്റ് കവറുകളും ചെയ്തിട്ടുണ്ട്. വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 3,00,000 രൂപയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.